മിനിസ്റ്റർ അകത്തുണ്ടോ? യെസ് സർ. ഇരിക്കൂ. താങ്ക്സ്. എന്തായി, വിവരമെല്ലാം കിട്ടിയോ? പോലീസ് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രസിഡന്റ് ദയാഹർജി തള്ളി ഒരു പ്രതി ചാടിപ്പോവുകയെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടാകും. ഈ സ്ട്രഗിളിൽ അയാൾ രക്ഷപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. പ്രതി ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്ന് ഓർമ്മയിരിക്കട്ടെ. അമ്മയും കുട്ടിയും കാണണമെന്നായിരുന്നു അവന്റെ അന്ത്യാഭിലാഷം. അത് കോടതി അനുവദിച്ചതാണ്. അതിനുവേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് അവൻ രക്ഷപ്പെട്ടത്. ഈ കാര്യത്തിൽ ജയിൽ ഐജിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവില്ല. അവർ പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്തതാണ്. നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ടത്. ഇനി ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും അത് സ്വയം ഏറ്റെടുത്തോളണം. സാർ. നിൽക്കൂ. വെളിയിലുള്ള പത്രക്കാരോട് വീരവാദങ്ങളൊന്നും വേണ്ട. സാർ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നീ പോലീസ് എല്ലാം ഞാൻ പറയാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അരവിന്ദ, പോലീസ് എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നെ രക്ഷിക്കണം. എനിക്ക് അഭയം തരണം. അത് ഞാനിപ്പോ പ്രസ്ഥാനത്തിലില്ല, ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. അങ്ങനെ പറയരുത്.